ഇപ്പം ജനീവ ഫെസ്റ്റിവലിന് പോയ ഒരാളെ തൃശ്ശൂർ കൊണ്ടുവന്ന് കാണിച്ച് അത് ടൂറിസത്തിന്റെ ഭാഗമാക്കി അതിൽ നിന്ന് പണം ഈടാക്കി ഈ വരുമാനം ഉണ്ടാക്കാൻ കഴിയണം. 1000-ഓ 2000-ഓ 5000-ഓ കോടിയുള്ള ഒരു മാർക്കറ്റാണ് നമ്മൾ ഈ നിയമവിരുദ്ധമായ പ്രവൃത്തിയിലൂടെ പൊട്ടിച്ച് ആളുകളെ കൊന്ന് എല്ലാ കൊല്ലവും എന്നെ പോലെയുള്ള ഉത്സവം കാണാൻ രാത്രി പോകണമെന്ന് വിചാരിക്കുന്നവർ പോലും പോകണ്ട. ആർക്കാ നഷ്ടം? നമസ്കാരം, തദ്ദേശം ചാനലിന്റെ ഈ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നെ പോലെ തൃശ്ശൂർ പൂരത്തിന് പോകുന്ന ആളുകൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു പരിപാടി നമ്മൾ ഭക്തിപൂർവ്വം അവിടെ പോകാമെന്ന് വിചാരിക്കുന്നവർ ഈ വെടിക്കെട്ടിന്റെ ദുരന്തമോ ആനയുടെ ദുരന്തമോ ഉണ്ടാവുന്ന ഇതിൽ പേടിച്ച് അങ്ങോട്ട് പോകില്ല. രാത്രിയാകുമ്പോൾ ആന ചവിട്ടി കൊല്ലപ്പെടാനോ അല്ലെങ്കിൽ വെടിക്കെട്ട് അപകടം ഉണ്ടായി കൊല്ലപ്പെടാനോ ആഗ്രഹിക്കാത്തവർ അങ്ങോട്ട് പോകില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും? എന്നെ പോലുള്ള ഭക്തന്മാർക്ക് അങ്ങോട്ട് പോകാൻ പറ്റാതെയാവും. അല്ലെങ്കിൽ വീട്ടുകാർക്ക്, നമുക്ക് ഭക്തിയില്ല, വീട്ടുകാർക്ക് ഭക്തിയുണ്ട്, അവർക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, നമുക്ക് കൊണ്ടുപോകാൻ പറ്റാതാവും. കാരണം അവരുടെ സുരക്ഷയ്ക്ക് യാതൊരു ഉറപ്പില്ല. പൗരന് കിട്ടേണ്ട സുരക്ഷ കൊടുക്കുന്നതിൽ നിയമം ഇല്ലെങ്കിൽ നമുക്ക് കോടതിയിൽ പോയി വേണമെന്ന് വാദിക്കാമായിരുന്നു. അല്ലെങ്കിൽ നിയമം തെറ്റായ നിയമമാണെങ്കിൽ ചോദ്യം ചെയ്യാമായിരുന്നു. പറയാം, പാർലമെന്റിനോട് പറയാം. പക്ഷെ ഇവിടെ നിയമം വെച്ചുകൊണ്ട് അത് പരസ്യമായി ലംഘിക്കാൻ നല്ലൊരു നിയമം തന്നെ. തീർച്ചയായിട്ടും അത് നല്ല നിയമം എന്ന് പറയണം. കാരണം ഇതിലൊരു കാര്യം കൂടി പറയാനുള്ളത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലൈസൻസ് ചട്ടങ്ങളുണ്ട്. അതെ, ആ ചട്ടങ്ങളിലും ഇത് പരാമർശിക്കപ്പെടുന്നതാണ്. വാസ്തവത്തിൽ 232 അനുസരിച്ച് പഞ്ചായത്ത് ഒരു ലൈസൻസ് കൊടുക്കണമെങ്കിൽ എന്തെല്ലാം പരിശോധനകൾ ആവശ്യമാണ്. അതിലാണ് ഈ പറയുന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെയും DMOയുടെയും അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി അവിടെ സ്ഥലം പോയി നോക്കിയിട്ട് അവിടെ കുഴപ്പമില്ല എന്ന് പറയുന്നതിന്റെ ഒക്കെ വരുന്നത്. ഈ ഡിയാൻഡോ റൂൾസിൽ ഇപ്പോൾ ഡിയാൻഡോയുടെ പേര് മാറില്ല. അപ്പൊ ഈ സംരംഭങ്ങൾക്കുള്ള ലൈസൻസിങ് ചട്ടമാണ്. ആ ചട്ടത്തിൽ ഒരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ ലിസ്റ്റിൽ പറഞ്ഞ ആക്ടിവിറ്റീസ് പഞ്ചായത്തിൽ നടത്തണമെങ്കിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നടത്തണമെങ്കിൽ ഒരു അനുമതി ആവശ്യമാണ്. ലൈസൻസ് വേണം. ഈ ലൈസൻസ് വേണം എന്ന് പറഞ്ഞാൽ ഡിയാൻഡോ റൂൾസിൽ നമ്മൾ ലിസ്റ്റ് ഉണ്ടായിരുന്ന കാലത്തും എക്സ്പ്ലോസീവ്സ് എന്ന് പറയുന്ന അതിനകത്ത് സ്റ്റോറേജ്, അതിനകത്ത് ഒരു ഐറ്റമായിരുന്നു. എക്സ്പ്ലോസീവ്സ് കൊണ്ടുവരണമെങ്കിലും സ്റ്റോർ ചെയ്യണമെങ്കിലും ലൈസൻസ് വേണമായിരുന്നു. ഇപ്പോ എല്ലാത്തിനും ലൈസൻസ് വേണം. ഈ രണ്ട് കാര്യത്തിലും ലൈസൻസ് കൊടുക്കേണ്ട അതോറിറ്റി ആയിട്ടുള്ള, ഇപ്പോൾ ഇവിടെ തൃശ്ശൂരാണ് നടന്നതെങ്കിൽ അതിന്റെ പഞ്ചായത്തിന്റെ ഭാഗത്ത് നടന്ന പഞ്ചായത്ത് അതോറിറ്റീസ്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ കീഴിലാണെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷന്റെ കീഴിലാണെങ്കിൽ കോർപ്പറേഷൻ, അവരറിഞ്ഞുകൊണ്ടാണ് ഇവിടെ നിർമ്മാണം നടന്നത്. സെക്രട്ടറി പരിശോധിച്ചില്ല. ബന്ധപ്പെട്ട ഈ വാർഡ് മെമ്പർമാർ അല്ലെങ്കിൽ കൗൺസിലർമാർ അവരിത് ശ്രദ്ധയിൽ കൊണ്ടുവന്നില്ല. പോലീസ് ഇതിന് സഹായം ചെയ്തു കൊടുത്തതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ പിന്നീട് കണ്ടു. അവിടെ പോയി പരിശോധിച്ചു, കുഴപ്പമൊന്നുമില്ല. TV ചാനലുകൾ വന്നത് പരിശോധിക്കുന്നു, അവിടെ വളരെ കാഷ്വലായിട്ട് ഇത് ചെയ്യുന്നു. പൊട്ടിത്തെറി ഉണ്ടാകുമ്പോൾ ഒരു ഫയർ എഞ്ചിൻ പോലും പോകാൻ വഴി പോലും ഇല്ലാത്ത സ്ഥലം. നമ്മൾ ചിന്തിക്കുന്നതിനും പാഠം. എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഇത്രയും കാലം നിയമസഭയിൽ ഇരുന്ന നിയമനിർമ്മാണത്തെ പറ്റി അറിയാവുന്ന, ഒരു പക്ഷേ എനിക്കൊന്ന് വക്കീൽ കൂടിയായ എൻ്റെ സുഹൃത്ത് ശ്രീ VS സുനിൽകുമാർ, തൃശ്ശൂർ ജനപ്രതിനിധിയായിരുന്നു. അദ്ദേഹം അവിടെ വന്നിട്ട് പറയണേ, എത്രയോ കാലമായി നമുക്കറിയാമല്ലോ ഈ പാടത്താണല്ലോ ഇത് നടത്തുന്നത്, ഇത്തവണയും ഇവിടെയല്ലേ നടന്നത്, അവിടെ ലൈസൻസ് എന്താ തെറ്റ് ചെയ്തെന്ന് അദ്ദേഹം ചോദിക്കും. നിയമം അവിടെ ഉണ്ടാക്കി വരുന്ന ആളുകളെ പറ്റിക്കൽ കൂടിയാണ്. VS സുനിൽകുമാറിനെ പോലെ ഒരാള് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഈ നിയമം എനിക്കറിയില്ലായിരുന്നു, ഞാൻ അദ്ദേഹത്തെ വിശ്വസിച്ചത്. കാരണം അദ്ദേഹം കുഴപ്പമില്ലാതെ ആളുകളെ ഇത് പറഞ്ഞു. അപ്പൊ ജനപ്രതിനിധികൾ ചേർന്ന് നിയമവ്യവസ്ഥയെ അട്ടിമറിച്ചിട്ടും ഈ നാട്ടിൽ ഒരു കുഴപ്പവുമില്ല. കാരണം ഈ നാട്ടിലെ ജുഡീഷ്യറി നട്ടലുള്ള ഇത് നടപ്പാക്കുന്ന, അതായത് നിയമം നടപ്പാക്കണം, നിയമവ്യവസ്ഥയാണ് ഞങ്ങളിരിക്കുന്ന സീറ്റിനേക്കാൾ വലുതെന്നും സത്യമേവ ജയതയെന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു ഭരണഘടനയുടെ വാചകമാണെന്നും ആ ഭരണഘടന പറയുന്ന നിയമം ഈ നാട്ടിൽ നടപ്പാവണമെന്നും നടപ്പാക്കാൻ പറ്റാത്ത നിയമമാണെങ്കിൽ നിയമം റദ്ദാക്കണമെന്നും അത് അവരുടെ അധികാരത്തിൽപ്പെട്ടതാണ്. ഇത് ചെയ്യാതെ കണ്ണടച്ച് നിയമവ്യവസ്ഥയെ പരസ്യമായി ലംഘിക്കുന്നതിന് കൂട്ടുനിൽക്കുന്ന ഒരു നിയമവ്യവസ്ഥയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളതിനെ ഒരു സാമൂഹികമായിട്ടാണ് നമ്മളതിനെ കാണേണ്ടത്. അതിനെ നിയമപരമായിട്ട് കണ്ടാൽ ആളുകൾ ഒരുപക്ഷെ ഈ നിയമം, ഞാൻ നേരത്തെ താങ്കൾ ഈ തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിയമം ആളുകൾക്ക് അറിയണം എന്നുള്ളതാണ്. ഞാൻ സത്യത്തിൽ പറയാം, അങ്ങനെ ആളുകൾ നിയമം അറിയണ്ട. കാരണം നിയമം അറിഞ്ഞാലുള്ളൊരു ബുദ്ധിമുട്ട് ഇത് ലംഘിക്കപ്പെടുകയാണല്ലോ എന്ന് ആളുകൾക്ക് മനസ്സിലാവും. അതൊരു പൗരനെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയുള്ള സംഗതിയാണ്. പല ആളുകളും ഈ നിയമം അറിയാത്ത ആളുകൾ പറയുന്നത് ഇതിനൊന്നും വേണ്ട നിയമങ്ങൾ നമ്മുടെ നാട്ടിലില്ല. അപ്പൊ നിയമം ഇല്ലാത്തത് നമ്മുടെ ഒരു ഗതികേടല്ലേ? ഇപ്പൊ പറഞ്ഞതനുസരിച്ച് വളരെ പഴുതുകളില്ലാത്ത നിയമങ്ങളുണ്ട്.
ഇതിനു വേണ്ടിയിട്ട്. അത് മാത്രമല്ല, ഓരോ സന്ദർഭത്തിലും ഇങ്ങനെ അപകടം ഉണ്ടാകുമ്പോൾ കോടതികൾ ഇടപെട്ടോ മറ്റുള്ള ആളുകൾ ഇടപെട്ടോ അതിലുള്ള പാകപ്പിഴകൾ പരിഹരിച്ചു വരാറുണ്ട്. അതുകൊണ്ട് നല്ലൊരു നിയമമുണ്ട്. പിന്നെ ഇത് നടപ്പിലാക്കേണ്ട ആളുകൾക്കുള്ള വീഴ്ചകളും അതിനുള്ള കാര്യശേഷി കുറവും ആണോ ഇത്? മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, നിയമം പേരിന് ഉണ്ടാക്കി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ എല്ലാവരും കൂടി ആലോചിച്ചിട്ട് വേറൊരു തരത്തിൽ നടത്തുക എന്നുള്ള ഒരു രീതിയാണോ? അതിപ്പോ നമ്മൾ ഇതിനകത്ത് കാണുന്ന അതാണ്. ഇപ്പോ കേരളത്തിൽ ഈ തൃശ്ശൂർ വെടിക്കെട്ട് അപകടം ഉണ്ടായില്ലായിരുന്നെങ്കിൽ തൊട്ട് അയൽ ജില്ലയായിട്ടുള്ള പാലക്കാട് 15 കിലോ സ്റ്റോർ ചെയ്യാൻ വേണ്ടി മേടിച്ചിട്ടുള്ള ലൈസൻസിൽ 150 കിലോ സ്റ്റോർ ചെയ്തത് നമ്മൾ കണ്ടു. പിറ്റേ ദിവസം പിടിച്ചെടുക്കപ്പെട്ടു. എന്തുകൊണ്ടാണ് പിടിച്ചെടുത്തത്? തൃശ്ശൂർ അപകടം ഉണ്ടായപ്പോൾ പാലക്കാട് നാളെ അപകടം ഉണ്ടായാൽ കളക്ടറുടെയോ ADM-ന്റെയോ പോലീസിന്റെയോ തലയിൽ വരും എന്ന് പേടിച്ചിട്ടാണ് റെയ്ഡ് നടത്തുന്നത്. അല്ലെങ്കിൽ ഈ പോലീസുകാർക്ക് സാധാരണഗതിയിൽ റെയ്ഡ് നടത്താൻ പറ്റില്ല. ശരിക്കും നിയമത്തോടുള്ള വിധേയത്വമല്ല, മറിച്ച് നിയമം നടപ്പാക്കാനുള്ള കടപ്പാടല്ല അതിന്റെ ചെയ്തില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത്. കൃത്യാന്തര ബാഹുല്യം കൊണ്ട് ഞങ്ങൾ നടപ്പാക്കുന്നില്ല എന്നല്ല പറയുന്നത്. അവര് ഇത് അപ്രൂവ്ഡ് ആയിട്ടുള്ള വയലേഷൻസ്. ഞാൻ കേരളത്തിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു, IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ചു. അവരെല്ലാം പറയുന്നത് ഞങ്ങൾക്കൊക്കെ അറിയാലോ ഇത് നിയമവിരുദ്ധമാണെന്ന്, എല്ലാവർക്കും അറിയാലോ. ഞാൻ പറഞ്ഞ എങ്ങനെ എല്ലാവർക്കും അറിയാം, നാട്ടുകാർക്ക് അറിയില്ല. അപ്പൊ ഇത് ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ വാസ്തവത്തിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് നടപ്പാക്കും, അത് കഴിഞ്ഞില്ല. അപ്പൊ നോക്കൂ, ഇന്ത്യയിലെ ഒരു പൗരൻ സാധാരണക്കാരന്റെ അവസ്ഥ എന്താ? തൃശ്ശൂർ ജനറൽ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ പരിസരത്തുള്ള ഹോസ്പിറ്റലുകളിലോ കിടക്കുന്ന ഒരു ഇൻപേഷ്യന്റ്, ആ ഇൻപേഷ്യന്റിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയാണല്ലോ ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. ആശുപത്രിയുടെ പരിസരത്ത് രാത്രി പടക്കം പൊട്ടിക്കാൻ പാടില്ല എന്നുള്ളത്. അവിടെ ഹൃദ്രോഗികളായിട്ടുള്ള അല്ലെങ്കിൽ ICUവിൽ കിടക്കുന്ന അല്ലെങ്കിൽ ന്യൂ ബോൺ ആയിട്ടുള്ള കുട്ടികൾ, ഇവരെല്ലാം കിടക്കുമ്പോൾ ഈ നിയമം ലംഘിക്കപ്പെടുകയാണ്. ഇന്നോ നാളെയോ അല്ല, ഇന്നോ ഇന്നലെയോ ചെയ്തതല്ല, വർഷങ്ങളായിട്ട് ഇത് ലംഘിക്കപ്പെടുക. എത്രയോ ആശുപത്രികളുടെ പരിസരങ്ങളിൽ ഇത് ലംഘിക്കപ്പെടുന്നു. എന്താ കോടതി ചെയ്യുന്നത്? കോടതി ചെയ്യുന്നത് ഇതിൽ ആശുപത്രി എടുത്തു മാറ്റാൻ കഴിയില്ല. മാറ്റാൻ പറ്റുന്നത് നിങ്ങൾ ഇത് ഡിസ്പ്ലേ ചെയ്യുന്ന സ്ഥലം മാത്രമാണ്. അപ്പോൾ ഉത്സവം നടക്കുന്നിടത്ത് നടക്കട്ടെ, വെടിക്കെട്ട് കുറച്ച് അപ്പുറത്ത് നടക്കട്ടെ എന്ന് പറയാമല്ലോ. ഈ പറയുന്ന അമ്പലത്തിന്റെ അവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് മാറിയുള്ള ഒരു നല്ല പാടത്ത് നിങ്ങൾക്ക് വെടിക്കെട്ട് നടത്താമല്ലോ. രാത്രി അല്ലെങ്കിൽ പകൽ നടത്താമല്ലോ. സന്ധ്യയോടെ ഈ 10 മണിയാണ് സമയം വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് 8 മണിക്ക് നടത്താം, 9 മണിക്ക് നടത്താം, ഇരുട്ടുണ്ട്, ആളുകൾ ഉറങ്ങുന്നതിന് മുമ്പേ നടത്താൻ പറ്റും. അതിന് പകരം ഇത് സൈലന്റ് സോണിൽ നിയമവിരുദ്ധമായി ചെയ്യണം എന്ന് ഉറപ്പുള്ള ആളുകൾ അല്ലെങ്കിൽ വാശിയുള്ള ആളുകൾ കോടതിയിൽ പോകുമ്പോൾ കോടതി എന്താ പറയുന്നത് അറിയോ? പല കോടതി വിധിയിലും ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ കോടതിയും ഒരുപോലെയല്ല. ചില കോടതി വിധികളിലെ തെറ്റായ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആ ആശുപത്രി നടത്തുന്ന ഓണറിൽ നിന്നൊരു സമ്മതപത്രം വാങ്ങിക്കും, ഞങ്ങൾക്ക് ഒബ്ജക്ഷൻ ഇല്ല. എറണാകുളത്ത് അപ്പൻ അമ്പലത്തിൽ വെടിക്കെട്ട് നടത്തുന്നതിന് അനുമതി നിഷേധിച്ചത് ചോദ്യം ചെയ്ത കേസിലെ വിധിന്യായത്തിൽ പറയുകയാണ്, നിങ്ങൾ തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിൽ നിന്നും തൊട്ടടുത്തുള്ള ലക്ഷ്മി ഹോസ്പിറ്റലിൽ നിന്നും NOC മേടിച്ചിട്ട് നടത്തിക്കോളൂ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ അഡ്മിറ്റഡ് ആയിരിക്കുന്ന ഹോസ്പിറ്റലിൽ എന്റെ ആരോഗ്യത്തെ പറ്റി പറയാൻ ഈ ആശുപത്രി നടത്തുന്ന ആൾക്ക് എന്താ അവകാശമുള്ളത്? എന്റെ മൗലികാവകാശമല്ലേ ഞാൻ അവിടെ ഹൃദ്രോഗം ബാധിച്ച് കിടക്കുന്നത്, എനിക്ക് പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ കിട്ടണം എന്നുള്ളത്. അപ്പൊ ഈ ആശുപത്രി നടത്തുന്ന മാനേജറോടോ ഡോക്ടറോടോ ഒരു NOC മേടിച്ചിട്ട് എന്താ കാര്യമുള്ളൂ? മാത്രമല്ല, ഈ നിയമത്തിൽ എവിടെയാണ് ആശുപത്രിയുടെയും പെട്രോൾ പമ്പിന്റെയും NOC മേടിച്ചിട്ട് ഇത് നടത്താന്ന് പറയുന്നത്? ഇതിന് ഇളവ് കൊടുക്കാനുള്ള അധികാരം ഈ ജഡ്ജിക്ക് പോലും ഇല്ലെന്നേ. ജഡ്ജിമാരും ആ ചുമതലയുണ്ട്, ഇത് നടപ്പാക്കാനുള്ള ചുമതലയുണ്ട്. നടപ്പാക്കാൻ ചുമതലയുള്ള ആളുകൾ നിയമം ലംഘിച്ചുകൊണ്ട് അവരുടെ സൗകര്യത്തിന് നിയമത്തെ വളച്ചൊടിച്ചുകൊണ്ട് ഇത് നടത്തുകയാണ്. അപ്പൊ ആളുകൾ ചോദിക്കും, ഇത് കോടതി പറഞ്ഞുകൂടെ? ഇത് പറഞ്ഞാൽ കേൾക്കേണ്ട കോടതികളാണ് ദൗർഭാഗ്യവശാൽ ഈ നിയമം ലംഘിക്കാൻ, അട്ടിമറിക്കാൻ കൂട്ടുന്നത്. ശരിക്കും നിയമം നന്നായി ഉള്ളപ്പോ തന്നെ ചുമതലപ്പെട്ടവരുടെ വീഴ്ചകൾ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അവരിത് ബോധപൂർവം ചെയ്യുന്നുണ്ട്, ചിലത് അറിയാതെ ചെയ്യുന്നുണ്ട്, ഇത് ബോധപൂർവം ചെയ്യുന്നു. ഇപ്പോ ഓവർ സ്പീഡ് എല്ലാവർക്കും ഒരേ നിയമമല്ലേ? കേരളത്തിൽ എല്ലാവർക്കും ഒരേ നിയമമല്ലേ? 60 കിലോമീറ്റർ സ്പീഡിൽ പോകാൻ പാടില്ല, ചിലയിടത്ത് 90 കൂടുതൽ പോകാൻ പാടില്ല. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വണ്ടി അതിൽ കൂടുതൽ സ്പീഡിൽ പോകുന്നുണ്ട്. ആരാ അതിന് എസ്കോർട്ട് പോകുന്നത്? പോലീസുകാരെ. അതെന്താ അതിന് ചാർജ് ചെയ്യാത്തത്? നമുക്ക് ചാർജ് കിട്ടുമല്ലോ, കിട്ടില്ലേ? നിയമം അവർക്ക് ബാധകമല്ലേ? ആരാ നടപ്പാക്കേണ്ടത്? ഈ പോലീസ് ഉദ്യോഗസ്ഥർ. ചെയ്യില്ല. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേക്കുന്ന ആൾ തന്നെ നിയമം ലംഘിക്കുന്നു, അതിന് പോലീസ് കൂട്ടു നിൽക്കുന്നു. അത് ചോദ്യം ചെയ്യാൻ ഈ നാട്ടിൽ പോകേണ്ടത് ജുഡീഷ്യറിയിലേക്കാണ്. നട്ടലുള്ള ജുഡീഷ്യറി ഉണ്ടെങ്കിൽ നിയമം എല്ലാവരും പാലിക്കും. അങ്ങനെയുള്ള നാടുകളിൽ എല്ലാവരും നിയമം പാലിച്ചു പോകും. ഇവിടെ നിയമം ചില ആളുകൾക്ക് മാത്രം വഴങ്ങിക്കൊടുക്കും. പിന്നെ നമ്മൾ പ്രൂവ് ചെയ്യണം ഇവർ നിയമലംഘനം നടത്തിയത്. തിരിച്ചാണ് സാധാരണ. പോലീസിനോടാണ് പറയുന്നത് നിങ്ങൾ അന്വേഷിക്കൂ, FIR ഇടൂ. ഞാനിത് ചർച്ച ചെയ്യുന്ന സമയത്തും തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് അപകടം ഉണ്ടാക്കിയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ട് ഒരു FIR ഇടുകയോ
കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. FIR ഇട്ട ഒരു കുഴപ്പമുണ്ട്. ജില്ലാ കളക്ടർ പ്രതിയാവും, SP പ്രതിയാവും, ബന്ധപ്പെട്ട SHO പ്രതിയാവും. ധാരാളം. കേരള ഹൈക്കോടതിയിൽ കേസ് തന്നെ നിലനിൽക്കില്ലേ FIR എടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കേസ്. കോടതി ഇത്തരം കേസുകളെ വളരെ കൺവീനിയന്റ് ആയിട്ട് ഒഴിവാക്കുകയും ഭരിക്കുന്ന ആളുകളുടെ കൂടെയോ താല്പര്യക്കാരുടെ കൂടെയോ എന്ന് പറഞ്ഞാൽ അമ്പലം കമ്മിറ്റി വളരെ സ്ട്രോങ് ആണ്. അവർക്ക് ജനങ്ങളുടെ കുറച്ച് ആളുകളുടെ പിന്തുണയുണ്ട്, കാശുള്ളവരുടെ പിന്തുണയുണ്ട്. ഈ പാവപ്പെട്ട ആശുപത്രി കിടക്കുന്ന രോഗി എന്ന് പറയുന്നത് അയാൾ ഒരിക്കലും ഇലക്ഷനിൽ നിന്ന് മത്സരിച്ച് ജയിക്കാൻ പോകുന്നില്ല. അയാൾ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ജഡ്ജിയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഈ കിടക്കുന്ന ആളുടെ ജീവൻ പോയാൽ പത്രത്തിൽ വാർത്ത പോലും ആവില്ല. നമ്മൾ ആലോചിച്ച് നോക്കണം, ഒരു വെടിക്കെട്ട് നടക്കും, ആ വെടിക്കെട്ട് നടന്ന ആശുപത്രിയിൽ അന്ന് ഏതെങ്കിലും ഒരു മരണം നടന്നാൽ അത് വാർത്തയാവും? ഇല്ല. അത് പിറ്റേ ദിവസം ചെറിയ കുളത്തിൽ 79-കാരിയായ ലക്ഷ്മിക്കുട്ടി അമ്മ മരിച്ചു, ICUലാണ് മരിച്ചു. ഈ പറഞ്ഞു വരുന്നത് നിന്ന് മനസ്സിലാക്കാൻ കഴിയാവുന്നത് ചുമതലപ്പെട്ട ആളുകൾ ചുമതലകൾ നിർവഹിക്കാത്ത ഒരു അവസ്ഥ പറയുന്നുണ്ട്. മറിച്ച് വേറൊരു കാര്യം, കോൺസിക്വൻസ് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ സാധനം. നിങ്ങളൊരു തെറ്റ്, നിയമത്തിലൊരു തെറ്റ് കണ്ടാൽ അതിനൊരു കോൺസിക്വൻസ് ഉണ്ട്. പുകവലി പാടില്ല എന്ന് പറഞ്ഞിടത്ത് നമ്മൾ സിഗരറ്റ് വലിച്ചാൽ 500 രൂപ പോകും, ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ 500 രൂപ പോകും. നമുക്കറിയാം ഒരു നിയമം ലംഘിച്ചാൽ, ഒരു റേപ്പോ മർഡറോ നടത്തിയാൽ ജയിലിൽ പോകും. ഇതിനൊരു കോൺസിക്വൻസ് ഉണ്ട്. ഇവിടെ ജില്ലാ കളക്ടർമാരോ SP മാരോ പോലീസോ പഞ്ചായത്ത് സെക്രട്ടറിയോ മുനിസിപ്പാലിറ്റി സെക്രട്ടറിയോ എന്തിന് ബന്ധപ്പെട്ട കോടതി ജഡ്ജിമാർ പോലും ഒരു നിയമം ലംഘിച്ചു, ആ നിയമം പരസ്യമായി ലംഘിച്ചു, അതിൽ കുറേ ആളുകൾ മരിച്ചു, ഒരു കോൺസിക്വൻസസും ഇവർക്കില്ല. ഇവർക്ക് പിറ്റേ മാസവും കൃത്യമായി ശമ്പളം കിട്ടും, ഇവർക്ക് കൃത്യമായിട്ട് അലവൻസ് കിട്ടും, ഇവർക്ക് പ്രൊമോഷൻ കിട്ടും. യാതൊരു കോൺസിക്വൻസും ഇല്ലെങ്കിൽ ലോ ആരും ഫോളോ ചെയ്യാൻ പോകുന്നില്ല. മറിച്ച് ഒരു കാര്യം കൂടി ചോദിക്കാം. അതായത് ഇതിന്റെ ഒരു അടിസ്ഥാന ഒരു വിഷയം കൂടി എടുക്കാം. ഇതിപ്പോ പലരും പറയും ആചാരത്തിന്റെയും ആഘോഷത്തിന്റെയും വിനോദത്തിന്റെയും ഭാഗമായിട്ട് അമ്പലങ്ങളിൽ നിലനിന്ന് വരുന്ന ദേവാലയങ്ങളിൽ നിലനിന്ന് വരുന്ന വെടിക്കെട്ട് അതുപോലെ തുടരണമെന്ന് വാദിക്കുന്ന കുറെ ആളുകളുണ്ട്. പക്ഷെ പൂരം ഇതുപോലെ തന്നെ ആയിരിക്കില്ല, ചെറിയ രൂപത്തിൽ ആരംഭിച്ചിട്ടുണ്ടാവും. അങ്ങനെ ആരംഭിക്കുന്ന കാലത്ത് ഇതുപോലുള്ള ഒരു വെടിക്കെട്ട് ഉണ്ടായിരിക്കില്ല. വെടിക്കെട്ടിന്റെ രൂപം ഭാവം മാറി ആ പഴയ കാലത്ത് അല്ലെങ്കിൽ ഇത്രയും ശബ്ദത്തിലോ ഇത്രയും വർണ്ണത്തിലോ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിലോ അപകടം ഉണ്ടാക്കുന്ന വിധത്തിലോ ഇത് ചെയ്യാതെ ചൈന വെടിമരുന്ന് കണ്ടുപിടിച്ച രാജ്യമാണെന്ന് പറയുന്നത്. പക്ഷെ അവിടെ ടെക്നോളജി വികസിച്ചപ്പോൾ അവര് വർണ്ണാഭമായ കുറെ കാര്യങ്ങളൊക്കെ നടത്തി. അങ്ങനെ നമ്മുടെ ഇന്ത്യയിലും നടക്കുന്നുണ്ട്. ഡ്രോൺ ഉപയോഗിച്ചിട്ട് ഇനി പാശ്ചാത്യ നാടുകളിലൊക്കെ ഓസ്ട്രേലിയയിലൊക്കെ വെടിക്കെട്ടിന്റെ നമ്മൾ സിഡ്നിയില് കണ്ടിട്ടുള്ള വെടിക്കെട്ടൊക്കെ റിമോട്ട് ഉപയോഗിച്ചിട്ട് വളരെ വർണ്ണാഭമായി നടത്തി. നമ്മൾ ഏതൊരു രാജ്യത്തോടും മത്സരിക്കാവുന്ന കേരളാണെന്ന് പറയുമ്പോൾ തന്നെ ഇതൊക്കെ നമുക്ക് പരീക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ ചിന്തിച്ചുകൂടെ? അത് നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് ചിന്തിച്ചിട്ടുള്ള ആളുകൾ അത് പോയി പഠിക്കുകയും നല്ല രീതിയിൽ ശബ്ദമില്ലാത്ത വെടിക്കെട്ടുകൾ നടത്തുകയും നല്ല പൂരക്കാഴ്ച നാട്ടുകാരെ കാണിച്ച് പൈസ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അന്വേഷിച്ചപ്പോൾ പല മിഡിൽ ഈസ്റ്റ് കൺട്രികളിലും ഈ വെടിക്കെട്ട് നടത്തുന്നതിന് ഡ്രോൺസ് ഉൾപ്പെടെ അല്ലാത്തതും നടത്തുന്നതിന്റെ പിന്നിൽ മലയാളികളാണ്. നല്ല അത് ഈ പറഞ്ഞ പോലെ സ്കൂളിൽ പോവാതെ വെടിക്കെട്ട് മരുന്ന് നിരത്തി പഠിക്കുന്ന ആളുകളല്ല, നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിച്ച് സയൻസ് പഠിച്ച് ശാസ്ത്രീയമായിട്ട് അത് വാങ്ങി ചെയ്യുന്ന ആളുകളാണ്. ഞാൻ ഒരിക്കൽ 2017 ജനീവ ഫെസ്റ്റിവലിന് പോവുകയുണ്ടായി. അപ്പോൾ സ്വിറ്റ്സർലാൻഡിലെ ഒരു മനോഹരമായ തടാകത്തിന്റെ തീരത്താണ് ജനീവ എന്ന് പറയുന്ന നഗരം. ലോകത്തിന്റെ തന്നെ പ്രശസ്തമായ നഗരമാണ്. അവിടെ ജനീവ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ വൈകുന്നേരം 6 മണി മുതൽ ആളുകൾ ഇങ്ങനെ തുടങ്ങും. 5 മണി 6 മണി ആകുമ്പോഴത്തേക്ക് ആളുകൾ എല്ലാവർക്കും ഇരിക്കാനുള്ള കസേരകളും സാധനങ്ങളും എല്ലാം ഉണ്ട്, അല്ലെങ്കിൽ ആളുകൾ നിൽക്കും. ജനീവ ഫെസ്റ്റിവൽ നടക്കുന്നത് വെള്ളത്തിനകത്താണ്. വെള്ളത്തിൽ നിന്ന് ഫൗണ്ടൻ വരികയും ആ ഫൗണ്ടനിൽ പലതരത്തിലുള്ള കളറുകൾ കാണിക്കുകയും അവസാനം വെടിക്കെട്ടിലേക്ക് കിടക്കുകയും ചെയ്യും. ഏതാണ്ട് ഒരു 9 മണി 10 മണിയാകുമ്പോൾ ഈ വെടിക്കെട്ട് തുടങ്ങുകയും 9 മണിക്കാണെന്ന് തോന്നുന്നു തുടങ്ങുന്നത്. 10 മണിയാകുമ്പോഴത്തേക്കും അത് അവസാനിക്കാതെ 11 മണിയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതായാലും 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കരിമരുന്ന് പ്രകടനമാണ്. ഒരു ശബ്ദവും എന്നാൽ വർണ്ണാഭമായ നമ്മുടെ കാഴ്ചയിൽ ഇപ്പൊ ഞാനിത് പറയുമ്പോൾ എന്റെ മനസ്സിലത് ആനന്ദത്തിനൊരു കുറവുണ്ടാവില്ല. 1 മണിക്കൂർ നമ്മൾ ഏതാണ്ട് സ്വർഗതുല്യമായ അവസ്ഥയിൽ ഇത് കാണുന്ന പലതരത്തിലുള്ള വർണ്ണങ്ങൾ, നീല, പച്ച, ചുമല, അങ്ങനെ പലതരത്തിലുള്ള വർണ്ണങ്ങൾ കൊണ്ട് ആകാശം 1 മണിക്കൂർ നേരം അല്ലെങ്കിൽ അരമണിക്കൂർ നേരം വിസ്മയിപ്പിക്കുന്ന രീതിയിൽ കൊച്ചുകുട്ടികൾ മുതൽ വീൽ ചെയറിൽ 100 കണക്കിന് ആളുകൾ വീൽ ചെയറിൽ വന്ന് ഇത് കണ്ട് തിരിച്ചു പോകുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ന്യൂ ഇയർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ രാജ്യത്തും ന്യൂ ഇയർ ആകുന്ന സമയം ഓരോന്നാണ്. ഇപ്പൊ സിഡ്നിയിലെ നമുക്ക് കാണാം ഏറ്റവും വർണ്ണാഭമായിട്ടുള്ള പരിപാടികൾ. ഇതിന്റെയൊക്കെ പിന്നിൽ മലയാളികൾ പലരും പ്രവർത്തിക്കുന്നു. അപ്പൊ നമുക്ക് ഇത് നടത്താൻ പറ്റില്ലേ എന്ന് 2017 തന്നെ ചോദിച്ച ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് പോയതിൻ്റെ ഒരു ആവേശം. അപ്പൊ ഞാനത് പരിശോധിച്ചപ്പോൾ പല സ്ഥലത്തും വളരെ പീസ്ഫുൾ ആയിട്ട് ഒരാളുടെയും ജീവനൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്.
നമ്മൾ അതിനു വേണ്ടി മാറാൻ തയ്യാറല്ല. എന്താ തയ്യാറല്ലാത്ത? ഒന്ന്, അതിന് റിസർച്ച് ഇൻവോൾവ് ആണ്. റിസർച്ച് ഇൻവോൾവ് ആയിരിക്കുമ്പോൾ കുറച്ച് സാമ്പത്തിക ചെലവ് വരും. സാമ്പത്തിക ചെലവ് വരും ഈ വെടിക്കോപ്പ് നിർമ്മിക്കുന്ന സമയത്തുള്ള അതിൻ്റെ സുരക്ഷാ നടപടികൾക്കൊക്കെ. ഇതിപ്പോൾ പാവം മരിച്ചു പോയ ആ ലൈസൻസിക്ക് 3 പേര് കോട്ട് ചെയ്യുന്നു, ഏറ്റവും കുറഞ്ഞ കോട്ട് കൊടുക്കുന്ന ആൾക്ക് പൈസ കൊടുക്കുന്നു, അയാളെ കൊണ്ട് ഇത് നടത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ 2-3 കോടി രൂപയ്ക്ക് നടക്കേണ്ട ഒരു കാര്യം 10-25 ലക്ഷം രൂപയ്ക്ക് നടത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന വെടിക്കെട്ട്. ജീവൻ പോയാലും കുറഞ്ഞ ചെലവിൽ നടക്കുന്നു. നമ്മുടെ നാട്ടിലെ ഒരു രീതി അതാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നടത്തി കൂടുതൽ ആളുകളെ കൊണ്ടുവന്ന് കാണിച്ച്, ഇപ്പൊ ജനീവ ഫെസ്റ്റിവലിന് പോയ ഒരാളെ തൃശ്ശൂർ കൊണ്ടുവന്ന് കാണിച്ച് അത് ടൂറിസത്തിന്റെ ഭാഗമാക്കി അതിൽ നിന്ന് പണം ഈടാക്കി ഈ വരുമാനം ഉണ്ടാക്കാൻ കഴിയണം. അതാണ് നമ്മുടെ ഒരു നോക്കൂ, നമുക്ക് എത്ര നല്ല പാടങ്ങളുണ്ട് പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിലൊക്കെ നല്ല പാടങ്ങൾ, നിന്ന് കാണാനുള്ള ഗാലറി ഉണ്ടാക്കാൻ കഴിയും. ഈ ഗാലറി ഉണ്ടാക്കണം. ഗാലറി ഉണ്ടാക്കി അവരോട് അവിടെ ഇരുന്ന് കാണാൻ പറയണം. ഗാലറി ഉണ്ടാക്കുന്നതിന്റെ ചെലവ് അവരുടെ ടിക്കറ്റ് വെച്ച് മേടിക്കണം. ഇന്നിപ്പോ നമ്മൾ ഫ്രീ ആയിട്ട് പോയിട്ട് വലിയ വെടിക്കെട്ട് കണ്ടിട്ട് തിരിച്ചു വരികയാണ്. വിദേശത്തു നിന്ന് ആളുകൾ വന്ന് ടിക്കറ്റ് എടുത്ത് നേരത്തെ ഡേറ്റ്, നമ്മുടെ ഉത്സവങ്ങൾക്ക് ഒരു ഗുണമുണ്ട്, 1 കൊല്ലം മുമ്പ് ഡേറ്റ് കിട്ടും അല്ലേ? ഉത്രാളിക്കാവ് പൂരം 2027 എന്നാണെന്നുള്ളത് നമുക്ക് ഏകദേശം ഇന്നറിയാം. തൃശ്ശൂർ പൂരം ഏകദേശം ഏതാഴ്ചയാണെന്നുള്ളത് നമുക്ക് ഇന്നറിയാം. നമ്മൾ 1 വർഷം മുമ്പ് നമ്മുടെ ഉത്സവ കലണ്ടർ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച് ടൂറിസം വെബ്സൈറ്റിൽ ഇട്ടാൽ ലോക നാനാഭാഗത്തുനിന്നുള്ള ആളുകൾ കേരളം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയം തിരഞ്ഞെടുക്കും. അവരിവിടെ വരും. അവർ കുട്ടികളുമായി വന്ന് ഈ ഉത്സവം കണ്ട് ഈ അമ്പലവും കണ്ട് ഒരു തിരിച്ചു പോകും, ഒരു നല്ല പൈസ ഇവിടെ ഇറക്കും. അതുമായി ബന്ധപ്പെട്ട് പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകും. കേരളം അതുപോലെ മാറണം. ഒരു ഉത്സവ മാർക്കറ്റ് കേരളത്തിലാണ്. 1000-ഓ 2000-ഓ 5000-ഓ കോടിയുള്ള ഒരു മാർക്കറ്റാണ് നമ്മൾ ഈ നിയമവിരുദ്ധമായ പ്രവൃത്തിയിലൂടെ പൊട്ടിച്ച ആളുകളെ കൊന്ന് എല്ലാ കൊല്ലവും എന്നെ പോലെയുള്ള ഉത്സവം കാണാൻ രാത്രി പോകണമെന്ന് വിചാരിക്കുന്നവർ പോലും പോകണ്ട. ആർക്കാ നഷ്ടം? 10 രൂപയ്ക്ക് ചിന്തിക്കടയിലോ അല്ലെങ്കിൽ മറ്റു കടകളിലോ അവിടെ കച്ചവടം നടത്താൻ വരുന്ന ആളുകൾക്കാണ് നഷ്ടം. അമ്പലത്തിന് വരുമാന നഷ്ടമുണ്ടില്ലേ? ആളുകൾ വന്ന് പൈസ ഇടാത്തതുകൊണ്ട് വരുമാന നഷ്ടമുണ്ട്. ഇതൊന്നും കണക്കാക്കാൻ ഈ അമ്പലം നടത്തിപ്പുകാർ അവർ ട്രഡീഷണൽ ആയിട്ടുള്ള, ഇപ്പോൾ അങ്ങയുടെ കാലത്ത് നടത്തിയതിനേക്കാളും വലിയ ഒച്ചയിൽ എൻ്റെ കാലത്ത് നടത്തണം, എൻ്റെ കാലത്ത് നടത്തിയതിനേക്കാളും വലിയ ഒച്ചയിൽ അങ്ങയുടെ കാലത്ത് നടത്തണം എന്ന പെറ്റി പിടിവാശിയുടെ പേരിലാണ് ഇത് നടക്കാതെ പോകുന്നത്. ഇതുവരെ വിശദമായി സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട നിയമവശങ്ങൾ, നിയമത്തിലെ പിഴവുകൾ ഇല്ല എന്നുള്ള കാര്യവും, അതോടൊപ്പം തന്നെ ഈ നിയമം നടപ്പിലാക്കാൻ ചുമതലപ്പെട്ട ആളുകൾ, വകുപ്പുകൾ ഇത് കൃത്യമായി ചെയ്യാത്തതിന്റെ കുറവുകളും വിശദമായി പറഞ്ഞു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. കേരളത്തിലെ ശേഷിയുള്ള മലയാളികൾ വിദേശ രാജ്യങ്ങളിൽ പോയി വർണ്ണാഭമായ വെടിക്കെട്ടുകൾ, യാതൊരു ദുരന്തങ്ങളും ഉണ്ടാകാത്ത വെടിക്കെട്ടുകൾ ടെക്നോളജിയുടെ ഭാഗമായിട്ട്, പഠിപ്പിന്റെ ഭാഗമായിട്ട്, അവരാർജിച്ച കഴിവിന്റെ ഭാഗമായിട്ട് നടത്താറുണ്ടെന്ന് പറഞ്ഞു. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ആളുകളെ ദുരന്തങ്ങൾക്ക് വിധേയമാക്കുന്ന തരത്തിലുള്ള ആഘോഷങ്ങളല്ല നമുക്ക് വേണ്ടത്. ടെക്നോളജിയുടെ ഭാഗമായിട്ട് മനുഷ്യന് ആനന്ദം നൽകാൻ കഴിയുന്ന കാര്യങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തുണ്ടെങ്കിലും നമുക്കത് സ്വീകരിക്കാൻ കഴിയണം. നല്ല തരത്തിലുള്ള ആഘോഷങ്ങൾ നമുക്കുണ്ടാകണം. വിശദമായി കാര്യങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി സംവദിച്ച ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനെ നന്ദി അറിയിക്കുന്നു. നന്ദി.